ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. വെൽക്കം ടു മസിയാമിസ് വ്ലോഗ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് വേണ്ട കുരുമുളക് ഫ്രഷായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് ഇതുപോലെ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കണം. ഇനി 1 ടീസ്പൂൺ മല്ലി പൊടിച്ചെടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പറും കൊറിയൻഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നിറയെ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഹാഫ് ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല ചിക്കനിൽ നന്നായി കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം. ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത്, 15 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, കുറച്ച് കറി ലീവ്സ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കാസ്റ്റ് അയൺ ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ബാച്ചായാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായി ചിക്കൻ വേവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം.
ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഈ ഒരു പരുവത്തിൽ മുരിഞ്ഞു കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാളയും ചിക്കനും നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനും സവാളയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ചധികം കറി ലീവ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയൻഡർ ലീവ്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മല്ലിയും കുരുമുളകും ഒക്കെ ഫ്രഷായിട്ട് ചേർത്തുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണിത്.
അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. Thank you for watching. Assalamu alaikum.